സ്നേഹ വിഷ്ണു വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാട്ടോ. ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നാട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട്, ഇപ്പോൾ പല്ല് തേക്കുന്നതൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ ഇതാ ഒന്ന് വിരിപ്പൊക്കെ വിരിച്ചിട്ടു കേട്ടോ. ഈ കിടക്കണ അത്തേക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോഴേക്കും ഞാൻ ഒന്ന് മുഖം കഴുകിയിട്ട് വന്നപ്പോഴേക്കും മുഖത്ത് നല്ല കുരുക്കൾ കേട്ടോ. നല്ല കുരുവായി പാടായിട്ടിരിക്കുന്നു. ഇനി ഇത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഹോർമോൺ ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരാൾ അടുക്കളയിൽ അച്ചാറിടുക കേട്ടോ. ഇവിടെ ആരും മെയിനായിട്ട് അച്ചാർ കഴിക്കില്ല, പക്ഷെ കഴിക്കുന്ന ഇത് കുറച്ച് പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി അച്ചാറിടുകയാണ്, നാരങ്ങ അച്ചാറായിട്ടിട്ട്. പിന്നെ ഇതാ ഒരു മാമി വന്നപ്പോൾ പുറത്തിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാനിവിടെ ഒതുക്കലും പറക്കലും ആയി കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം മേശപ്പുറത്താണ് വാരി വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഉണ്ണിച്ചാണ്ടനൊക്കെ വീട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഉണ്ണിച്ചാണ്ടന് ഒളിച്ചും പാത്തുമൊക്കെയാണ് ഇപ്പോൾ പോണത്. ഉണ്ണിച്ചാണ്ടൻ മാത്രമല്ല, എല്ലാവരും ഒളിച്ചും പാത്തുമായിട്ടാണ് പോണത്. കാരണം പൊന്നു അവർ പോണത് കണ്ടാൽ പിന്നെ അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലും ബഹളമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊന്നുവിൻ്റെത്. അവൾ കളിക്കത്തില്ല, അതിനെല്ലാം വലിച്ചു വാരി എറിഞ്ഞിട്ട് നടക്കും. അവൾ കളിക്കത്തേ ഇല്ല, തന്നെ കൊണ്ട് നടന്ന് എവിടെയെങ്കിലുമൊക്കെ വാരിക്കൊണ്ട് നടക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി എടുത്ത് അടുക്കി വെച്ചു കേട്ടോ. ഇത് വെറും അരമണിക്കൂറത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടിരുന്ന് അടുക്കണത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവൾ ഇതിനെല്ലാം തലകുത്തനെ ആക്കി വെക്കും. അപ്പോൾ ഇത് അവളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചോട്ടോ. പൊന്നും പിന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ടി വി വയ്ക്കുന്നതിൻ്റെ അവിടെയൊക്കെ ബോക്സൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ എല്ലാ സാധനവും ഇവള് മേശയുടെ മുകളിൽ കയറുന്ന എല്ലാം മറിച്ച് ഇടും കേട്ടോ. പിന്നെ അതിനെയൊക്കെ ഒന്ന് അടുക്കി വാരി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ അവിടുത്തെ ജനലുകളെല്ലാം ഒന്ന് തുറന്ന് ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കയറട്ടെ എന്ന് വെച്ചു. പിന്നെ ഒരു റെയിൻ കോട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിനെല്ലാം ഒന്ന് മടക്കിയൊക്കെ വെച്ചു. ഇനി ഇവിടുത്തെ പണികളൊക്കെ കുറച്ചേ ഉള്ളൂ. ഇനി ഒന്ന് മേശയൊക്കെ നേരെയാക്കി വെച്ചതിന് ശേഷം ഒന്ന് തൂത്തുവാരി നല്ലപോലെ തൂത്തുവാരി വൃത്തിയാക്കി ഇടണം കേട്ടോ. അപ്പോഴേക്കും ഇതാ ഞാൻ തൂക്കാനും തുടങ്ങി. അപ്പോൾ തുടച്ചില്ല കേട്ടോ, തൂത്തുവാരി അങ്ങിട്ട് എല്ലാ മുറിയും ഒന്ന്. എൻ്റെ മുറിയൊക്കെ നല്ല ഇവൾ ഓരോ സാധനങ്ങൾ വാരിക്കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ട ഇത് എപ്പോഴും ഈ സ്റ്റീൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിച്ചണിൽ നിന്ന് കൊണ്ട് ഈ മുറിക്കകത്ത് എല്ലായിടവും അവൾ കൊണ്ടിടും. അപ്പോൾ അതിനെല്ലാം വാരി വെപ്പാണ് എൻ്റെ ജോലി. പിന്നെ ആ ഹോളൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടു. പിന്നെ അടുക്കള കൂടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നില്ല, അത് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത് തന്നെ. ഇന്ന് പൊന്നിന് പോളി എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്, പക്ഷെ ഞാനത് മറന്നു പോയിരുന്നു. പിന്നെ ഏട്ടൻ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോളി എൻ്റെ അടുത്ത് 9 മണിക്ക് കൊടുക്കണം. പക്ഷെ ഞാൻ മറന്നുപോയി. 12 മണിയായപ്പോഴാണ് ഏട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ. പിന്നെ ഞാനും എണ്ണും കൂടെ അവിടെ വിളിച്ച് ചോദിച്ചപ്പം ഓക്കെയാണ്, വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും എണ്ണും കൂടെ ഇറങ്ങിയത് മഴ പെയ്തത് ഒത്തായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, നല്ല കാറ്റും മഴയൊക്കെ. എനിക്കറിയായിരുന്നു. ഞാനും പഴയ തിരക്കിൽ മറന്ന് ഇപ്പൊ അവിടെ വന്നപ്പോ മറ്റേ കൊടയൊക്കെ കെട്ടിക്കണം, അപ്പയാണ് ഓർത്തത്. പിന്നെ അതാ ഞാനും ഏട്ടനും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്ന് പോളിയൊക്കെ എടുത്ത് പൊന്നിന് മുട്ടായിയൊക്കെ കൊടുത്ത് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത മഴ വരുന്നതിന് മുമ്പ് പോകണം. അതിന് മുമ്പ് ഇവിടെ തലയിൽ കൈ വെച്ചുകൊണ്ടാട്ടോ പോണത്, മഴ നനയാതിരിക്കാൻ വേണ്ടി പൊന്നു. പിന്നെ നേരെ ഏട്ടൻ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഇവൾ നടന്ന് പതുക്കെയാണ് പോകണേ. അതുകൊണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടി ഏട്ടൻ ഫസ്റ്റ് ഓടി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിച്ചാട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിച്ചാട്ടൻ അത് അച്ഛൻ്റെ കടയിൽ പോയിട്ട് നേരെ വന്നപ്പോൾ പിന്നെ പൊന്നിനെയും കൂടെ ഒന്ന് കൊണ്ടുപോയി കേട്ടോ. അല്ലെങ്കിൽ ഇവള് നല്ല കരച്ചിലും ബഹളമായിരിക്കും.
ഇതാ പോയിട്ട് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് മഴ പെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കിച്ചണിലോട്ട് വന്നപ്പോൾ അവിടെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തൂത്ത് പകുതിയാക്കിയിട്ടാട്ടോ പോയത്, പെട്ടെന്ന് വെപ്രാളത്തിൽ പോയതാണ്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ വന്നിട്ട് ബാക്കിയൊക്കെ കിച്ചണെല്ലാം കൂടെ ഒന്ന് തൂത്ത് ചപ്പൊക്കെ വാരി കളഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സൺഡേ ചിക്കൻ സ്പെഷ്യലാണ്, അതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ വയ്ക്കുന്ന പരിപാടിയൊക്കെ അമ്മയുടെ ഇതിലാണ്. അപ്പോൾ ഞാനത് ഒന്നും കൈകാര്യം ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് തൂത്ത് വാരിയെല്ലാം വൃത്തിയാക്കി. അപ്പോഴേക്കും ഇവിടെ ചിക്കൻ്റെ പീസ് വലുതായിട്ടാട്ടോ ഇപ്രാവശ്യം കട്ട് ചെയ്ത് കിട്ടിയത്. അതുകൊണ്ട് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെല്ലാം ഒന്ന് കുപ്പിക്കകത്ത് ആക്കി നിറച്ച് വെച്ചു കേട്ടോ, അല്ലെങ്കിൽ അത് തട്ടി വീഴും. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കുപ്പിക്കകത്തൊന്ന് ആക്കി അടച്ച് മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ചിക്കൻ അരിയൽ പരിപാടി തകൃതിയായിട്ട് നടക്കിയിരുന്നു. കാരണം നല്ല വലിയ പീസായിട്ടോ, ഈ നമ്മൾ പൊരിക്കുന്ന ആ പീസായിട്ടാണ് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതവിടെ അടുപ്പിലാട്ടോ ചിക്കൻ വയ്ക്കണത്. പുള്ളിയൊക്കെ നല്ലപോലെ വഴട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഒന്ന് കിണ്ടി മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ മുളക് പൊടി, അതുപോലെ തന്നെ അതിൻ്റെ മസാലകൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടണം. ഈ പുകയടിച്ച് ഈ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവ് കാണും. അപ്പോൾ അത് ഞാൻ പിന്നെ സൈഡിലോട്ടൊന്ന് വിറക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ തക്കാളി, അതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ടു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ ഉപ്പ്, ഈ വക ഐറ്റംസൊക്കെ നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കും കേട്ടോ. അപ്പം സെറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് കൈകാര്യം ചെയ്യില്ല, കാരണം ഇത്രയും പേർക്ക് ഉണ്ടാകുന്നതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയത്ത് ഇങ്ങനെ കുറേ നേരം ഫ്രണ്ടിൽ ചെന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ഏട്ടനൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനും പിന്നെ പോയി എല്ലാവരും ഫുഡ് കഴിക്കാൻ, പിന്നെ ഞാനും പോയി ഫുഡ് കഴിച്ചു. ഞാൻ ഇപ്പോൾ കുറച്ച് ചോറൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ആ ചോറൊക്കെ എടുത്ത് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടൊരു ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ കഴിച്ചിട്ട് വന്ന് കിടക്കുകയായിരുന്നു. എന്തോ ഒരു സിനിമയോ സീരീസ് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിൽ ഫുൾ അഡിക്റ്റാണ്. ഞാൻ പിന്നെ പൊന്നൂനെ ഉറക്കി കിടത്തിയതിന് ശേഷം ഞാൻ മുഖത്തൊരു പാക്ക് ഇട്ടു കേട്ടോ. കാരണം മുഖക്കുരു എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇതുവരെ എനിക്ക് അങ്ങനത്തെ മുഖക്കുരു കാര്യങ്ങളൊന്നും ഇല്ല. പീരീഡ് സമയത്ത് 1 2 വരും, അത് പോവും. പക്ഷെ ഇത് ഇപ്പം എങ്ങനെ വന്നു എന്തോ അറിയില്ല. അപ്പോൾ ഹോർമോൺ ചേഞ്ച് എന്തോ കാര്യമായിരിക്കാം. അപ്പോൾ ഒരു പാക്കൊക്കെ ഇട്ടു. അതിന് ശേഷം ഞാൻ മുഖമൊക്കെ കഴുകി വന്നപ്പോൾ പൊന്നു ഉറക്കം എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് ഈ ചക്ക വറ്റൽ കൊടുത്ത് അവളതും കഴിച്ച് കുറേ നേരം അങ്ങിരുന്നു കേട്ടോ. പിന്നെ അതിന് കൂട്ടായിട്ട് വിചാരണം വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടീ ടൈം ആയാൽ നമുക്ക് ഇങ്ങനത്തെ സ്നാക്സ് വേണം, അതുകൊണ്ട് അത് കഴിച്ചു. അപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു മൈദ കൊണ്ടൊരു ചപ്പാത്തി മോഡലൊരു സംഭവം കഴിച്ചു. അപ്പോൾ അത് ചിക്കൻ കറിയും കൂടെ കഴിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ കഴിച്ചു, കാരണം മൈദയൊന്നും ദഹിക്കില്ല. അപ്പോഴേക്കും ഞാൻ ചെന്ന് കുളിച്ചിട്ടൊക്കെ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോയ്ക്ക് കമ്പനി തരാൻ വേണ്ടി ഏട്ടനും അതുപോലെ തന്നെ പൊന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കമ്പനി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സ്റ്റൈൽ എന്തൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പൊന്നും വന്ന് നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അമ്മ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ പൊന്നൂന് മിമി എന്നാണ് പറഞ്ഞത്, മീനല്ല ചിക്കനാണെന്ന് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിൻ്റെ അമ്പരപ്പാണ്. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോൾ വിചാരണം വേണമെന്ന് പറഞ്ഞു. പിന്നെ വിചാരണമൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നിലാവായിരുന്നു, ഈ മഴ പോയി കഴിഞ്ഞപ്പോൾ നല്ല നിലാവായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.